ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല നാടൻ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള പരിപ്പ് വടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പീസ് പരിപ്പ് എടുക്കുക, അല്ലെങ്കിൽ കടലപ്പരിപ്പും നമ്മളെ തുവരപ്പരിപ്പും രണ്ടും മിക്സ് ചെയ്തിട്ടും എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കടലപ്പരിപ്പ് മാത്രം ഇതിപ്പോൾ ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിന് വെള്ളം ഒന്ന് പോക്കിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരയാൻ പാടില്ല, കുറച്ച് ഇതുപോലെ കിടക്കണം. അപ്പോൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഈ പരിപ്പ് എടുത്ത് വെച്ചിട്ടില്ല അരക്കാതെ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരക്കാതെ കുറേ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെക്കാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ ഹോളായിട്ടുള്ള പരിപ്പുണ്ടല്ലോ, അതങ്ങ് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള സവാളയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിപ്പോൾ ഒരു ചെറിയ സവാള ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, തീരെ ചെറിയൊരു സവാള, അല്ലെങ്കിൽ ഒരു സവാളയുടെ പകുതി. അതായത് ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ചേർക്കുക, അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി ഇതിൽ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലൊരു 5 വറ്റൽമുളകാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 5 എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഞാൻ ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെയാണ് ഞാൻ ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നമ്മളെ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പുണ്ടല്ലോ, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടങ്ങ് മസാലയും ഉപ്പും ഒക്കെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. പക്ഷേ ഇപ്പം തന്നെ ഓൾറെഡി നല്ല എരിവുണ്ടാവും. അപ്പം ഞാൻ ചേർക്കുന്നില്ല, കുട്ടികളൊക്കെ ഉള്ളതൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പം നമ്മൾ ഇതുപോലെ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു അത്യാവശ്യം വലിയ ബോൾ. അപ്പോൾ നിങ്ങൾ ചെറിയ പരിപ്പ് വട ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ചില കടയിലൊക്കെ അങ്ങനെയല്ലേ കിട്ടുക, ചില സ്ഥലത്താണെങ്കിൽ വലുത് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ചില ആൾക്കാർക്കൊക്കെ ചെറുതായിരിക്കും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്യുമ്പോൾ വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എപ്പോൾ നമ്മൾ പരിപ്പ് വട വാങ്ങുമ്പോൾ ഈ മേലെയുള്ള ഈ സെൻറ്റർ പാർട്ടിൽ കുറച്ച് നന്നായിട്ടുണ്ടാവും, ഈ സൈഡിലൊക്കെ കുറവ്, അങ്ങനെയല്ലേ വാങ്ങാൻ കിട്ടുക. അപ്പോൾ അതുപോലെ വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പോഴാണ് കഴിക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി ഇത് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ആ ഒരു പരിപ്പ് വട അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ പരിപ്പ് വട ഒക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കുട്ടി പരിപ്പ് വടയാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ചിലതൊക്കെ കുറച്ച് വലുതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വടയാണ്. എല്ലാവർക്കും ഇത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അതായത് നമ്മൾ ഒരു 3-4 മണിക്കൂർ മാത്രമേ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അരച്ച ഉടനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അല്ലാതെ വേറെ ഉള്ള ഫെർമെൻറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.